ഗൾസ്, ഒന്നാമത്തെ ചാപ്റ്റർ ഒക്കെ മാത്സിലുള്ളത് എല്ലാവർക്കും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു രണ്ടാമത്തെ ചാപ്റ്റർ എത്തിയപ്പോഴേക്കും അത്ര ഇഷ്ടമായി തോന്നിയിട്ടുണ്ടാവില്ല നമ്മളുടെ ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോയിൽ കുറഞ്ഞ സമയം കൊണ്ട് ഈ ഒരു ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്റർ അടിപൊളിയായിട്ട് സെറ്റപ്പ് ആക്കിയിട്ട് പഠിക്കാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഓണം എക്സാം ആണ് വരുന്നത്. അപ്പൊ ഈ ഓണം എക്സാമിൽ അടിപൊളിയായിട്ട് മാർക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ പഠിച്ചോളി, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തെടുത്തോളി, നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തോളി. ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ ഒന്നാമതായിട്ട് എന്റെ മക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ് ഫ്രാക്ഷൻ, ആരാണ് ഈ ഫ്രാക്ഷൻ. ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു 3/4 ഇവർ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ഇതിന് ഫ്രാക്ഷൻ എന്ന് പറയാം. ഓക്കെ, 3/4 ഒരു ഫ്രാക്ഷൻ ആണ്. ഇനി 5/6 എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷൻ ആണ്. അതിൽ മോളത്തെ നമ്പറിനെ പറയുന്ന പേര് ന്യൂമറേറ്റർ, അംശം എന്നും, താഴത്തെ നമ്പറിനെ പറയുന്ന പേര് ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ എന്നുമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കുമല്ലോ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, ഫ്രാക്ഷൻ ആരാന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷെ നിങ്ങൾ നോക്ക്, നമ്മളിപ്പോ ഒരു ഫ്രാക്ഷൻ എഴുതാണ് 6/, അല്ലെങ്കിൽ 7/3. ഓക്കെ, 7/3. അപ്പൊ ഇവിടെ ഇങ്ങനത്തെ ഫ്രാക്ഷൻ ഒരു പ്രശ്നമുണ്ട്. അതായത് ഫ്രാക്ഷനിലെ താഴത്തെ നമ്പർ ചെറുതാണെങ്കിൽ, നിങ്ങളൊന്ന് ആലോചിച്ച്, ഇതിലൊക്കെ താഴെ നമ്പർ വലുതാ. പക്ഷെ ഫ്രാക്ഷന്റെ താഴത്തെ നമ്പർ ചെറുതാണ് എങ്കിൽ അതിനെ നമ്മൾ എന്താക്കണം, മിക്സ്ഡ് ഫ്രാക്ഷൻ, മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റണം. അപ്പൊ ഇവിടെ താഴത്തെ നമ്പർ ചെറുതാ, 3. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിനെ മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റണം. എങ്ങനെയാണ് ആ മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റുക? ഇത്രയേ ഉള്ളൂ പരിപാടി. അതായത് 7നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 7ൽ എത്ര 3 ഉണ്ട്? 2 3s ഉണ്ട് അല്ലെ. 2 × 3 6 ആണ്. 1 റിമൈൻഡർ ശിഷ്ടായിട്ട് വരും. അങ്ങനെയെങ്കിൽ ഇതിനെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിട്ട് എങ്ങനെയാ എഴുതാന്നറിയോ? നമുക്ക് മുകളിലുള്ള നമ്പർ ആദ്യം എഴുതുന്നു, 2. ഓക്കെ, ആൻസർ കിട്ടിയ മുകളിലുള്ള നമ്പർ ആദ്യം എഴുതുന്നു. നമ്മളുടെ നമ്മളുടെ റിമൈൻഡർ ഇല്ലേ, റിമൈൻഡർ അത് മുകളിൽ എഴുതുന്നു. ബൈ എന്താണോ നമ്മൾ ഡിവൈഡ് ചെയ്തത്, എന്തുകൊണ്ടാണോ നമ്മൾ ഡിവൈഡ് ചെയ്തത് അത് എഴുതുന്നു. 2 1/3 ആയിരിക്കും ആൻസർ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനെ, അല്ലെങ്കിൽ തിരി രസമില്ലാത്ത വിഷമ ഭിന്നം എന്നൊക്കെ പറയാം, ഈ ഒരു താഴത്തെ നമ്പർ ചെറുതായിട്ടുള്ള ഭിന്നസംഖ്യയെ നമ്മൾ ഇങ്ങനെയാണ് മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റുക. ഫോർ എക്സാമ്പിൾ മിസ് വേറെ ഒന്ന് പറഞ്ഞുതരാം. ഒരു 5/2 ഇതിനെങ്ങനെയാ മാറ്റുക? 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തില്ലേ, 5ൽ എത്ര 2 ഉണ്ട്? 2 2 ഉണ്ട് മിസ്സേ. 2 2 എന്ന് പറയുന്നത് 4 ആണ്. 1 റിമൈൻഡർ ആയിട്ട് വരും. അപ്പൊ എങ്ങനെയാ എഴുതുക? ആദ്യം മുകളിൽ കിട്ടിയ ഈ 2 എഴുതുന്നു. ഇനി റിമൈൻഡർ ചെയ്ത് എത്രയാണോ അത് മുകളിൽ എഴുതുന്നു. ബൈ എന്തുകൊണ്ടാണോ ഡിവൈഡ് ചെയ്തത്, 2 1/2. ഓക്കെ, ഇതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട മെയിൻ ആയിട്ടുള്ള ആള്. വെരി വെരി മെയിൻ ആളവൻ. ഇവൻ വെരി മെയിൻ ആളാ. ഇവനെ വിട്ടുപോയാൽ വെരി പ്രശ്നമാണ്. ഇനി അടുത്ത് നോക്ക്, ഞാൻ ഇനിയിപ്പോ തരികയാണ് 7 1/3 അല്ലെങ്കിൽ 1/3 അല്ലെങ്കിൽ 1 1/2. ഇതിനെ എനിക്ക് എന്ത് ചെയ്യണം? ഇതൊക്കെ മിക്സ്ഡ് ഫ്രാക്ഷൻസ് ആണ് അല്ലെ, നമ്മളുടെ മിശ്ര ഭിന്നങ്ങളാണ്. ഈ മിക്സ്ഡ് ഫ്രാക്ഷൻസിനെ അല്ലെങ്കിൽ മിശ്ര ഭിന്നങ്ങളെ നമ്മളുടെ സാധാ സ്വന്തം ഭിന്നസംഖ്യയിലേക്ക് മാറ്റണം. അതായത് ഈ ഒരു ഫോമിൽ നമ്മൾ ഈ ഫോമിനെ ഇതിലേക്ക് മാറ്റുന്നു പറഞ്ഞു. നേരെ തിരിച്ച് ചെയ്യുന്നത് എങ്ങനെയാന്നും കൂടെ മിസ് പറഞ്ഞുതരാം. ഇത് ആവശ്യം വരും കേട്ടോ. എങ്ങനെയാ മാറ്റുക? ഇത്രയേ ഉള്ളൂ. അതായത് ഇവന്മാര് രണ്ടാളെയും തമ്മിൽ ഗുണിക്കുക. 7 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 21. അത് എഴുതുന്നേ. അതിനോട് ഇവനെ കൂട്ടുക. ഇതാ നോക്ക്, ഇവന്മാരതാ ഇങ്ങനെ പോവാ, ഇങ്ങനെ ഇങ്ങനെ. ഇവന്മാരെ ഗുണിക്കുക എങ്ങനെയാ പോവാ? ഇങ്ങനെ. ഇവന്മാരെ ഗുണിക്കുക, അതിനോട് ഇവനെ കൂട്ടുക. ഇവന്മാരെ ഗുണിച്ചു 21. 21നോട് ഞാൻ 1നെ കൂട്ടി ഹരിക്കണം. എന്താണോ ഡിനോമിനേറ്റർ ഉള്ളത് അത് അങ്ങോട്ട് എഴുതി കൊടുക്കുക. അതായത് എത്ര വരിക? 22/3 ആയിരിക്കും ആൻസർ. റെഡി, സെറ്റ്. അങ്ങനെയെങ്കിൽ നോക്ക്, ഇവനെ അതുപോലെ ചെയ്ത് നോക്ക്. 2 × 1 എത്രയാ? 2 ആണ്. അതിനോട് 1 ആഡ് ചെയ്തു, +1 ബൈ എന്തിനോണ്ടാണോ ഹരിച്ചത് അല്ലെങ്കിൽ എന്താണോ ഡിനോമിനേറ്റർ ഛേദത്തിലുള്ളത് അത് എഴുതുന്നു. 3/2 ആയിരിക്കും ആൻസർ. ഇവനും എന്താണ്? ഇവനും കില്ലാടിയാണ്. അപ്പൊ ഞാൻ ഇത്രേ പഠിപ്പിച്ചുള്ളൂ. എന്താണ് നമ്മളുടെ ഫ്രാക്ഷൻ എന്ന് മിസ് പറഞ്ഞു. എങ്ങനെയാണ് ഈ ഒരു നമ്മളുടെ വിഷമ ഭിന്നം അല്ലെങ്കിൽ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ നമ്മളുടെ മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റുന്നത്, അത് വേണ്ടി വരും. അതിന് വേണ്ടിയിട്ടാണ് മിസ് പറഞ്ഞത്. ഇനി എന്താണ് ഇവന്മാരെ എങ്ങനെയാ ചെയ്യലെന്ന് മിസ് പറഞ്ഞു. റെഡി. ഇനി അടുത്ത വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ 4 3/4 അര എന്നൊക്കെ പറയല്ലേ. ഈ 4 3/4 അര എന്നൊക്കെ പറയുന്നത് എന്താണ്? ആക്ച്വലി ഫ്രാക്ഷൻ ആണ്. അപ്പൊ ആരാണ് ഈ 4? ആരാണ് ഈ 3/4? ആരാണ് അര എന്നുള്ളത് അടിപൊളിയായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അടിപൊളിയായിട്ട് അറിഞ്ഞിരിക്കണം. ഇനിയിപ്പോ ഇംഗ്ലീഷ് പേടിയാണെങ്കിൽ പേടിക്കണ്ട. ഇതിന്റെ പേരാണ് ക്വാർട്ടർ. ആരാണ് ക്വാർട്ടർ? ആരാണ് 3/4?
ആരാണ് ഹാഫ്? ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇതിനെങ്ങനെയാണ് നമ്മളുടെ ഫ്രാക്ഷനിൽ എഴുതാന്നുള്ളത്. സോ എങ്ങനെയാ ഫ്രാക്ഷനിൽ എഴുതാന്ന് മിസ് പറഞ്ഞേ, കാണാണ്ട് പഠിച്ചോ. ക്വാർട്ടർ എന്ന് പറയുന്നത് 1/4 ആണ്, 3/4 എന്ന് പറയുന്നത് 3/4 ആണ്, ഹാഫ് എന്ന് പറയുന്നത് 1/2 ആണ്. ഇത് ഒരു മാർഗവും ഇല്ല, കാണാണ്ട് പഠിക്കല്ലാണ്ട് ഒരു മാർഗവും ഇല്ല. ഓക്കെ, സെറ്റപ്പ് ആയില്ലേ? അപ്പൊ ഞാൻ മിക്സ്ഡ് ഫ്രാക്ഷനെ നമ്മളുടെ സ്വന്തം ഫ്രാക്ഷനിലേക്ക് മാറ്റുന്നതും ഫ്രാക്ഷനെ മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റുന്നതും പിന്നെ അതാക്കണം നമ്മളുടെ കാലും ആരെയും മുക്കാലും ആരെന്നും പറഞ്ഞേ. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ഗുണിക്കുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് മൊത്തം പഠിക്കാൻ പോകുന്നത് 2 ഫ്രാക്ഷൻസ് കിട്ടിയാൽ എങ്ങനെയാണ് ഗുണിക്കുക, അതാണ് ആക്ച്വലി ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇതേ ഉള്ളൂ. 2 ഫ്രാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ 2 ഭിന്നസംഖ്യകളെ എങ്ങനെയാണ് ഗുണിക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. വളരെ ഈസിയാണ്. ഇപ്പൊ 1/3 ഇൻറ്റു 2/7. അപ്പൊ നമ്മൾ ഗുണിക്കുമ്പോൾ ആലോചിക്കേണ്ടത് നമുക്ക് ഈ ഒരു സ്റ്റെപ്പാണ് നമ്മൾ ആലോചിക്കേണ്ടത്. മുകളിലുള്ളവന്മാരെ തമ്മിൽ ഗുണിക്കുന്നു, താഴെയുള്ളവന്മാരെ തമ്മിൽ ഗുണിക്കുന്നു. അതായത് ഇതേ ഉള്ളൂടാ. 1 × 2 എത്രയാണ്? 2 ആണ്. ഡിവൈഡഡ് ബൈ 3 × 7 എത്രയാ? 21 ആണ്. 2/21. ഇതിനെ മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റണോ? വേണ്ട. നമ്മളുടെ ഡിനോമിനേറ്റർ വലുതായതുകൊണ്ട് മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് ഒന്നും മാറ്റണ്ട, ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. പെർഫെക്റ്റ് ആണ്. ഇനി അടുത്ത വേറൊന്ന് മിസ് പറഞ്ഞാ 3/2 ഇൻറ്റു ഒരു 7/3. ഓക്കെ, 7/3 വേണ്ട, അല്ലെങ്കിൽ 7/4. ഇവന്മാരെ എങ്ങനെയാ മൾട്ടിപ്ലൈ ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യാനൊന്നും ഒരു പണിയുമില്ല. മുകളിലുള്ളവന്മാരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, താഴെയുള്ളവന്മാരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 × 7 എന്ന് പറഞ്ഞാൽ എത്രയാ? 21. 2 × 4 8. ഓക്കെ, 21/8 ആണ്. ഇത്ര എഴുതി വെച്ചാൽ മതിയോ? പോരാ. നാളിൽ എന്താ പ്രശ്നം? നമുക്ക് താഴത്തെ ഡിനോമിനേറ്റർ ചെറുതാണ്, താഴത്തെ ഡിനോമിനേറ്റർ വലുതാണെങ്കിൽ അത് പെർഫെക്റ്റ് ആയിരുന്നു. താഴത്തെ ഡിനോമിനേറ്റർ ചെറുതാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം? ഇതിനെ മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റി എഴുതണം. എങ്ങനെയാ ഇതാ? 21നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 21ൽ എത്ര 8 ഉണ്ട്? ഒരു 8, 2 8 എന്ന് പറയുന്നത് 16 ആണ്. 3 8 24 ആയി പോയി. അപ്പൊ 2 8 ആണ് ഉള്ളത്. 2 × 8 16 ആണ്. 21 നിന്ന് 16 പോയാൽ 5 ആയിരിക്കും ആൻസർ. 5 ആയിരിക്കും റിമൈൻഡർ ആയിട്ട് വരിക. അപ്പൊ ഇതിനെങ്ങനെയാ മിക്സ്ഡ് ഫ്രാക്ഷനിൽ എഴുതുക? മുകളിലുള്ള നമ്പർ ആദ്യം എഴുതുന്നു, ആരാണോ റിമൈൻഡർ അത് മുകളിൽ എഴുതുന്നു, ബൈ എന്തിനോണ്ടാണോ ഡിവൈഡ് ചെയ്തത് അത് എഴുതുന്നു. 2 5/8 ആയിരിക്കും ആൻസർ. ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി വേറൊന്നും കൂടി ഉണ്ട് കേട്ടോ. അതായത് നിങ്ങളോട് പറയാണ് 1/2 ഇൻറ്റു 3 1/7. ഓക്കെ, 3 1/7 അല്ലെങ്കിൽ വലിയ ബന്ധങ്ങളിലേക്കൊക്കെ പോകണം. 3 1/4. ഇവന്മാരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? സാധാ ഫ്രാക്ഷൻസിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതാ. ഇവന്മാരെ പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ട അറിയോ? ഇങ്ങനെ 2 മിക്സ്ഡ് ഫ്രാക്ഷന്റെ മിക്സ്ഡ് ഭിന്നത്തിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ ഇവർ ചോദിച്ചു കഴിഞ്ഞാൽ നേരിട്ടൊക്കെ 1 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഇവനെ ഒരു രസവും ഇല്ലല്ലോടാ കാണാൻ, ഇവൻ ഒരു രസവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവൻ രസമുള്ള രൂപത്തിലേക്ക് ആൾക്കാണ്. അതായത് 1/2 എങ്ങനെയാ ചെയ്യാം? ഇതാ നമുക്ക് 1/2 എങ്ങനെയാ ചെയ്യേണ്ടത്? 1/2 നമ്മളുടെ സാധാ ഭിന്നസംഖ്യ, പാവപ്പെട്ട ഭിന്നസംഖ്യയിലേക്ക് എങ്ങനെയാ മാറ്റുക? ദാ ഇത്രയേ ഉള്ളൂ. 2 × 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 × 1 2 ആണ്. അതിനോട് ഈ 1 ആഡ് ചെയ്യുക. 2 + 1 ബൈ എന്താണോ ഡിനോമിനേറ്ററിൽ അത് എഴുതുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 ആയിരിക്കും ആൻസർ. വെരി സിമ്പിൾ അല്ലേ? അപ്പൊ ഞാൻ 1/2 പകരം എന്താ എഴുതുക? 3/2 ഇൻറ്റു 3 1/4 പകരം മക്കൾ എന്താ എഴുതുക? 3 1/4. 4 × 3 എത്രയാ? ഒരു 4 4 2 4 8 3 4 12. ഇനി ഇതിനോട് ഇത് ആഡ് ചെയ്യുന്നു. 12 + 1 ബൈ എന്താണോ ഡിനോമിനേറ്ററിൽ അത് എഴുതുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 13/4. ഓക്കെ, 13/4. അപ്പൊ ഞാൻ 13/4 എഴുതി. ഇനി നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാലോ. എങ്ങനെയാ ചെയ്യാ? 3 × 13 എത്ര വരിക? 3 × 3 9 ആണ്. 1 × 3 3 ആണ്. 39/2 × 4 8 ആണ്. അപ്പൊ 39/8 ആയിരിക്കും ആൻസർ. ഇത്ര എഴുതിയാൽ മതിയോ? പോരാ. ഇങ്ങനെ എഴുതിയാൽ മതിയോ? പോരാ. എങ്ങനെ എഴുതണം? ഇതിനെ നോക്ക്, നമ്മളുടെ ഡിനോമിനേറ്റർ ചെറുതാണ്. ഡിനോമിനേറ്റർ ചെറുതാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? നമ്മളുടെ മറ്റേ മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റി എഴുതിയാലേ പെർഫെക്റ്റ് ആൻസർ ആവുന്നുള്ളൂ. അപ്പൊ 39 മിസ് എന്ത് ചെയ്യുന്നു? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എത്ര 8 ഉണ്ടാവും? 4 8 ഉണ്ടാവും. 4 8 എന്ന് പറയുമ്പോൾ 32 ആണ്. 39 32 മൈനസ് ചെയ്താൽ 7 ആ വരിക. സോ ദ ആൻസർ ഈസ് മോളത്തെ 4 ആദ്യം എഴുതുന്നു, 4 ആദ്യം എഴുതുന്നു, റിമൈൻഡർ 7 മുകളിൽ എഴുതുന്നു, എന്തിനാണ്ടാണോ ഡിവൈഡ് ചെയ്തത് അത് എഴുതുന്നു. 4 7/8
ക്ലിയർ ആയില്ലേ? ഇതാണ് ആക്ച്വലി ഇതിൽ പഠിക്കാനുള്ള കോൺസെപ്റ്റ്. ഫുള്ളായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ് നമ്മളുടെ ഫ്രാക്ഷൻ പറഞ്ഞു, നമ്മളുടെ താഴത്തെ ഡിനോമിനേറ്റർ ചെറുതാണെങ്കിൽ മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റുന്നത് എങ്ങനെയാ, മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു. നമ്മളുടെ മിക്സ്ഡ് ഫ്രാക്ഷനെ സാധാ ഫ്രാക്ഷനിലേക്ക് മാറ്റുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു. അത് എവിടാ യൂസ് ചെയ്യുക? നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ ചോദിക്കുന്ന കേസിലാണ് നമുക്ക് യൂസ് ചെയ്യുക. അപ്പൊ 4, 3/4, അര എന്ന് പറഞ്ഞു തന്നു. ആൻഡ് ഓൾസോ നമ്മളുടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതും എങ്ങനെയാന്ന് പറഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ എങ്ങനെയാ വരാന്ന് മിസ് പറഞ്ഞുതരാം. First question is, there are 35 children in a class. 3/5 of them are girls. How many girls are there in the class? അതായത് ഒരു ക്ലാസ്സിൽ 35 കുട്ടികളുണ്ട്. ഇതിൽ 3/5 ഭാഗം പെൺകുട്ടികളാണ്. ക്ലാസ്സിൽ എത്ര പെൺകുട്ടികൾ ഉണ്ട് എന്നേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ എത്ര പെൺകുട്ടികളാണുള്ളത്? ഗേൾസ് അല്ലെങ്കിൽ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ എത്ര ആളുകളാണ്? പെൺകുട്ടികൾ അല്ലെങ്കിൽ ഗേൾസ് എന്ന് പറയുന്നത് എത്രയാണ്? നമ്മളോട് പറഞ്ഞു പെൺകുട്ടികൾ അല്ലെങ്കിൽ ഗേൾസ് എന്ന് പറയുന്നത് 3/5 ഓഫ് ദം. അതായത് 3/5 ഓഫ് 35 ചിൽഡ്രന്റെ 3/5 ഓഫ് 35 ആണ് ആര്? നമ്മളുടെ ഗേൾസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 3/5 ഭാഗം ആരുടെ? നമ്മളുടെ ക്ലാസ്സിലുള്ള 35 കുട്ടികളുടെ, അല്ലെങ്കിൽ 35 35ന്റെ 3/5 ഭാഗം. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഇത്രയേ ഉള്ളൂ. നമ്മളുടെ 3/5 ഓഫ് 35 35ന്റെ 3/5 ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ മക്കൾ എന്താ ചെയ്യേണ്ട അറിയോ? മൾട്ടിപ്ലൈ ചെയ്യേ വേണ്ടു. എന്താ ചെയ്യേണ്ടത്? മൾട്ടിപ്ലൈ ചെയ്യേ വേണ്ടു. 3/5 ഓഫ് 35 അല്ലെങ്കിൽ 35ന്റെ 3/5 ഭാഗം, 45ന്റെ 7/2 ഭാഗം, 34ന്റെ 5/6 ഭാഗം, അല്ലെങ്കിൽ 3/5 ഓഫ് 35, 3/8 ഓഫ് 39, അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ മക്കൾ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ട. എന്താ, എങ്ങനെയാ ചെയ്യാ? 3/5 into 35 ആ ചെയ്യേണ്ടത്. ഓക്കെ, 3/5 into 35 എങ്ങനെയാടാ മൾട്ടിപ്ലൈ ചെയ്യാ? ഇത്രയേ ഉള്ളൂ, 3/5 into 35. അപ്പൊ നിങ്ങൾ വിചാരിക്കും, അല്ല മിസ്സേ നിങ്ങൾ പറ്റിച്ചില്ലേ, നിങ്ങൾ 2 ഫ്രാക്ഷൻ മൾട്ടിപ്ലൈ ചെയ്യുന്നേ ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് ഇതെന്താ? എടാ, സാധാ നമ്മളുടെ നമ്പേഴ്സ് ഇല്ലേ, 35, 36, 24, 2, 4, ഇതിനൊക്കെ ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ പറ്റും. എങ്ങനെ അറിയോ? 35/1, 35 അല്ലേ, 36/1, 24/1, 2/1, 4/1. അപ്പൊ സാധാ നമ്പറിനെ ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ എന്ത് ചെയ്താൽ മതി? ഒരു by1 ഇട്ട് കൊടുത്താൽ മതി. അതായത് 3/5 into 35/1. ഇനി ഇത് ചെയ്യാൻ പറ്റൂലേ? ഇനി എങ്ങനെയാ ചെയ്യാ? 2 ഫ്രാക്ഷനെ തമ്മിൽ ഗുണിച്ചു. 3 into 35, അതായത് 15, 105 ഡിവൈഡഡ് ബൈ 5 into 1, 5 ആണ്. 105/5, അതായത് 105/5 എന്ന് പറഞ്ഞാൽ എന്താണ്? 105നെ നമ്മൾ 5 കൊണ്ട് ഹരിക്കാന്ന്. 5 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുക? ഇവിടെ 2 എണ്ണം ഉണ്ട്, 10, 0, 5ൽ 1 ആണുള്ളത്, 5, 0, അതായത് എത്ര ഉണ്ടാവുക? 21. അതായത് എത്ര കുട്ടികളാ ക്ലാസ്സിലുള്ളത്? 21 പെൺകുട്ടികൾ. സിമ്പിൾ കാര്യല്ലേ? അങ്ങനെയെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്ക്. ഈച്ച് പീസ് ഓഫ് എ പംകിൻ വെയ്സ് എ 1/4 kilogram. വാട്ട് ഈസ് ദ വെയ്റ്റ്സ് ഓഫ് 2 pieces together? വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് 4 such pieces? വാട്ട് ഈസ് 6 pieces? ഒരു മത്തങ്ങയുടെ ഓരോ കഷ്ണത്തിന്റെയും, നമ്മളെ കയ്യിൽ മത്തങ്ങണ്ടേ, പാവം മത്തങ്ങ. അപ്പൊ ഈ മത്തങ്ങന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ 1/4 kilogram ആണ്, 1/4 kilogram ആണ് ഇതിന്റെ വെയിറ്റ്. 1/4 kilogram അല്ലെങ്കിൽ 1/4 kilogram എന്ന് പറഞ്ഞാൽ 1/4 kilogram അല്ലെ? 1/4 അല്ലെങ്കിൽ 1/4 എന്ന് പറഞ്ഞാൽ 1/4 ആണ്. അപ്പൊ 1/4 kilogram ആണ്. അങ്ങനെയെങ്കിൽ 2 പീസിന്റെ വെയിറ്റ് എത്രയാണ്? ഇതുപോലെയുള്ള 2 പീസിന്റെ വെയിറ്റ് എത്രയാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 5 കിലോ ആണ് ഇന്ത്യയിലുള്ള മത്തങ്ങന്റെ വെയിറ്റ്. അങ്ങനെയെങ്കിൽ 2 എണ്ണത്തിന്റെ വെയിറ്റ് എന്തായിരിക്കും? 2 into 5 10 അല്ലെ? 3 എണ്ണത്തിന്റെ വെയിറ്റ് എന്തായിരിക്കും? 3 into 5 15. 4 എണ്ണത്തിന്റെ വെയിറ്റ് എന്തായിരിക്കും? 4 into 5 20. അതുപോലെ 2 പീസിന്റെ വെയിറ്റ് എന്തായിരിക്കും? 2 പീസ് എന്ന് പറയുന്നത് എന്തായിരിക്കും വെയിറ്റ്? 2 into 1ന്റെ വെയിറ്റ് 1/4. ഇനി അടുത്ത ഏതാ ചോദിച്ചത്? വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് 2 പീസസ്? വാട്ട് 4 പീസിന്റെ എന്തായിരിക്കും? 4 പീസിന്റെ എന്ന് പറയുന്നത് 4 into 1/4. ഇനി 6 പീസിന്റെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 6 into 1/4. ഓരോന്ന് ചെയ്ത് നോക്ക്. ഇതിനെന്ത് ചെയ്യണം? ഇവിടെ പാവം ഇവന്റെ അങ്ങനെ പാവം ഒറ്റക്കാ നിൽക്കുന്നത്. by1 ഇട്ട് കൊടുക്കുക. ഇവിടെയും by1, ഇവിടെയും by1 ഇട്ട് കൊടുത്താൽ മതി അല്ലേ? ഇനി സിമ്പിൾ ആയിട്ട് ചെയ്യാം. 2 into 1, that is 2. 1 into 4/4, 2/4. അപ്പൊ എപ്പോഴും ആലോചിക്കേണ്ട മറ്റൊരു കാര്യം മിസ് പറഞ്ഞു തരട്ടെ. ഏതൊരു ഫ്രാക്ഷനെയും അതിന് കുഞ്ഞു രൂപത്തിലേക്ക് മാറ്റാൻ പറ്റുകയാണെങ്കിൽ കുഞ്ഞു രൂപത്തിലേക്ക് മാറ്റണം. അതായത് ഇവിടെ നോക്കിയടാ, നിങ്ങൾ നോക്കുക, താഴെ മുകളിലുള്ള നമ്പറിനെ ചെറുതാക്കാൻ പറ്റുമോ? എങ്ങനെയാ ചെറുതാക്കേണ്ടി അറിയോ? താഴെ
താഴെയുള്ള മുകളിലുള്ള നമ്പറിനെ ഏതോ ഒരു സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. നിങ്ങൾ 2 എടുത്ത് നോക്കുക, 2 എടുത്ത് നോക്കിയാൽ മതി. ആദ്യം തന്നെ ഒന്ന് 2 എടുത്ത് നോക്ക്. 2നെ കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? അത് 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമല്ലോ. അപ്പൊ 2നെ 2 കൊണ്ട് ഹരിച്ചു. അപ്പൊ എത്ര കിട്ടാ? 2നെ 2 കൊണ്ട് ഹരിച്ചാൽ 1, 4നെ 2 കൊണ്ട് ഹരിച്ചാൽ 2. അതായത് ഏതൊരു ഭിന്നസംഖ്യ എടുത്താലും അതിന്റെ താഴെ മുകളിലും ഒരേ നമ്പർ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നോ പ്രോബ്ലം. ഓക്കെ, അപ്പൊ 1/2 ആണ്. അതായത് 1/2 കിലോഗ്രാം ആണ് 2 പീസിന്റെ വെയിറ്റ്. അങ്ങനെയെങ്കിൽ ഇതൊക്കെ 4 × 1 4 ആണ്, 1 × 4 4 ആണ്. 4/4 എന്ന് പറഞ്ഞാൽ എന്താ? 4നെ 4 കൊണ്ട് തന്നെ ഹരിച്ചാൽ എത്ര കിട്ടുക? 4/4 എന്ന് പറഞ്ഞാൽ ആക്ച്വലി 4/4 എന്നാണ് കേട്ടോ അതിന്റെ അർത്ഥം. 4/4 പറഞ്ഞാൽ 4 ഹരിക്കണം 4 എന്നാണ്. അപ്പൊ 4നെ 4 കൊണ്ട് തന്നെ ഹരിച്ചാൽ എത്ര നമുക്ക് കിട്ടുക? 1 ആണ് കിട്ടുക. സോ ദ ആൻസർ ഈസ് 1. ഇനി 6/1 × 1/4 6/1 × 1/4 6 × 1 6 ആണ്, 1 × 4 4 ആണ്. അപ്പൊ 6/4. അപ്പൊ ഇതിനെങ്ങനെ എഴുതിയാൽ മതിയോ? പോരാ, നമ്മളുടെ ഇത് ചെറുതാണ്. 6/4 മക്കൾ ആദ്യം നോക്കേണ്ട കാര്യം, ഞാൻ നോക്ക്, ഇതിന്റെ ഡിനോമിനേറ്റർ ചെറുതാണ്. അപ്പൊ ഇതിനെ നമ്മളുടെ മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റണം. അപ്പൊ മിക്സ്ഡ് ഫ്രാക്ഷനിലേക്കൊക്കെ മാറ്റുന്നതിന്റെ മുന്നേ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി നോക്കുക, ഈ 2 നമ്പറിനെയും ഏതെങ്കിലും ഒരു കോമൺ ആയിട്ടുള്ള നമ്പർ കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? അപ്പൊ 2 കൊണ്ട് നോക്കിയപ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി? ഇതിനെ 2നെ 2 കൊണ്ട് ഹരിക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇതിനെന്താക്കി? 3/2 എന്ന് വരും. ഓക്കെ, ഇങ്ങനെ എഴുതുക. എന്നിട്ട് നിങ്ങൾ അടുത്ത പരിപാടി നോക്കുക. നമുക്ക് 3/2 ഡിനോമിനേറ്റർ ചെറുതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? 3നെ 2 കൊണ്ട് ഹരിക്കണം. 3നെ 2 കൊണ്ട് ഹരിച്ചാൽ 1 2 ആണുള്ളത്, 2 1 ശിഷ്ടമായിട്ട് വരും. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും ആൻസർ? നമ്മളുടെ കിട്ടിയ ആൻസർ 1 ആദ്യം എഴുതുന്നു, നമ്മളുടെ റിമൈൻഡർ മുകളിൽ എഴുതുന്നു, എന്തുകൊണ്ടാണോ ഹരിച്ചത് അത് എഴുതുന്നു. 1/2 ആയിരിക്കും ആൻസർ. സിമ്പിൾ. മനസ്സിലായില്ലേ? ഉഷാറായിട്ട് മനസ്സിലായില്ലേ? അങ്ങനെയെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്ക്. Some 2 meter long roads are cut into 5 pieces. അതാണ് ഇനി അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ. 5 pieces of equal length. What is the length of each piece? അതായത് 2 മീറ്റർ നീളമുള്ള കുറെ കമ്പികൾ. നമുക്ക് 2 മീറ്റർ നീളമുള്ള ഒരു കമ്പി കേട്ടോ, അതിന് ഒരേ നീളമുള്ള 5 ഭാഗങ്ങളാക്കി. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? അതിനെ 5 ഒരേ നീളമുള്ള ഭാഗങ്ങളാക്കാണ്. അങ്ങനെയെങ്കിൽ ഒരു പീസിന്റെ ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചത്. എന്താണ് 5 പീസസ്? നിങ്ങളൊന്ന് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ഒരു 10 മീറ്റർ ലൈന് ഞാൻ എന്ത് ചെയ്യാണ്? ഒരേ 2 മീറ്ററില് അല്ലെങ്കിൽ 10 മീറ്റർ നീളത്തിന് ഒരേ നീളമുള്ള 5 പീസസ് ആക്കും. 1 2 3 4 1 2 3 4 5 പീസാക്കി. 10 മീറ്റർ നീളമുള്ള ഒരു കമ്പിനെ ഞാൻ എന്ത് ചെയ്തു? ഒരേ നീളമുള്ള 5 പീസാക്കി. അങ്ങനെയെങ്കിൽ ഓരോ പീസിന്റെ ലെങ്ത്തും എത്രയായിരിക്കും? നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും, 2 മീറ്റർ ആണ് അല്ലെ. 2 2 2 2 2. അങ്ങനെയായാലും എന്തായി? 2 + 2 + 2 + 2 + 2 10 ആയി. അതായത് 10 മീറ്റർ നീളമുള്ള ഒരു കമ്പി ഉണ്ട്. ആ കമ്പിനെ ഒരേ നീളമുള്ള എന്താക്കണം? ഒരേ നീളമുള്ള 5 പീസസ് ആക്കണം. അങ്ങനെയെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി? 2 മീറ്ററിൽ ഇങ്ങനെ പീസസ് ആക്കി മുറിച്ചാൽ മതി. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? 10 മീറ്റർ തന്നെ കിട്ടും. അതെങ്ങനെയായി 2 എനിക്ക് കിട്ടിയത്? 10/5. അതായത് 10 എത്ര പീസ് ആക്കേണ്ടത്? 5 പീസ് ആക്കേണ്ടത്. അപ്പൊ 10/5 ചെയ്തപ്പോഴാണ് ഒരു പീസിന്റെ ലെങ്ത് കിട്ടിയത്. അതായത് 10 മീറ്റർ നീളമുള്ള റോഡാണ്, അതിന് 5 പീസസ് ആണ് ആക്കേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? 2/5 ചെയ്ത് നോക്കി. അപ്പൊ എനിക്ക് കിട്ടി, എന്ത് കിട്ടി? ഒരു പീസിന്റെ ലെങ്ത് കിട്ടി. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ 2 മീറ്റർ ആണ് ഇതിന്റെ ടോട്ടൽ ലെങ്ത്. എത്ര പീസസ് ആക്കണം? 5 പീസസ് ആക്കണം. അപ്പൊ ഓരോന്നിന്റെയും ലെങ്ത് എന്ന് പറഞ്ഞാൽ 2/5. 2നെ 5 പീസാക്കി. 2/5 ആയിരിക്കും. അപ്പൊ ഇനി എപ്പോഴും ആലോചിക്കുക, എന്തോ ഒരു സാധനം, അതായത് 10 മീറ്റർ അല്ലെങ്കിൽ 10 കിലോഗ്രാമിനെ നിങ്ങൾക്ക് 20 പീസസ് ആക്കി മുറിക്കണമെങ്കിൽ, അല്ലെങ്കിൽ 20 ആക്കിയിട്ട് മുറിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 10/20. ഇനി 4 ലിറ്റർ പാലിനെ 5 ഗ്ലാസ്സുകളിലായിട്ട് ഒഴിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ്സിൽ എത്ര ഉണ്ടാവുക? 4 ലിറ്ററിനെ 5 ഈക്വൽ ആയിട്ട് മുറിക്കണം. അപ്പൊ 4/5. 7 ലിറ്ററിനെ 10 ഈക്വൽ ഇതിലാക്കണം. നമുക്ക് 7 ലിറ്റർ പാലുണ്ട് ഇന്ത്യയിൽ എന്ന് വെച്ചോ, അതെനിക്ക് എന്ത് ചെയ്യണം? 10 ഇങ്ങനത്തെ ഒരേ കുപ്പിയിൽ നിറയ്ക്കണം. അങ്ങനെയെങ്കിൽ ഓരോന്നിലും എത്ര ഉണ്ടാവുക? 7നെ 10 ഭാഗങ്ങളാക്കുന്നത്, 10 പാർട്ട്. അപ്പൊ 7/10 ഓരോന്നിലും ഉണ്ടാവുക. അതുപോലെ നമുക്ക് 20 മീറ്റർ നീളമുള്ള ഒരു കമ്പിനെ എനിക്ക് എന്ത് ചെയ്യണം? കുറേ നോക്കൂ, ഒരുപോലെയുള്ള ഇത് 10 ഭാഗങ്ങളാണ് ആക്കിയത്. എനിക്ക് ഇതെന്താക്കണം? 20 മീറ്ററിനെ 50 ഭാഗങ്ങളാക്കണം, 50 പാർട്ടാക്കണം. അപ്പൊ ഓരോ പാർട്ടിന്റെയും നീളം എന്തായിരിക്കും? 20/50. 20 എന്തുകൊണ്ടാണോ നമ്മൾ എത്ര പാർട്ടാണോ ആക്കുന്നത് അത് 20 അത് എഴുതിയാൽ മതി. അപ്പൊ ഇവിടെ എന്താ ഉണ്ടാവുക? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ്?
നമ്മളുടെ 2/5 ആണ്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് 4 പീസ്? അങ്ങനെയെങ്കിൽ ഇതുപോലെയുള്ള 4 പീസിന്റെ ലെങ്ത് എന്തായിരിക്കും? 4 പീസിന്റെ ലെങ്ത് എന്ത് ചെയ്താൽ മതി? ഒരു പീസിന്റെ 2/5 ആണെങ്കിൽ 4 പീസിന്റെ എന്ന് പറഞ്ഞാൽ 4 × 2/5. ഇത് എത്രയാന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ എത്രയാന്ന് താഴത്ത് നിങ്ങൾ കമന്റ് ചെയ്യാം, അറിയണല്ലോ നിങ്ങൾ അവിടെ പഠിക്കണ്ടോന്ന്. ഓക്കെ, ഇനി അടുത്ത നോക്ക്. ഇനി അടുത്തൊരാൾ എന്ന് പറയുന്നത് ഇതല്ല, വേറൊരാളുണ്ട്. അതായത് നിങ്ങൾക്ക് ഇതുപോലൊരു ചതുരം തരും. ഇതെന്തായാലും ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് ഇതുപോലൊരു ചതുരം തരും. ആ ചതുരത്തിൽ നിങ്ങളോട് പറയും 1/3 ആണ് ഇതിന്റെ ലെങ്ത്, 3/5 ആണ് ഇതിന്റെ ബ്രെഡ്ത്ത്. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കാണാൻ മക്കളോട് ചോദിക്കും. ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കാണാൻ നിങ്ങളോട് ചോദിക്കും. ഇതെങ്ങനെയാ ചെയ്യാന്നും കൂടെ മക്കൾ പഠിച്ചേക്കണം. എങ്ങനെയാ ചെയ്യാ? ദാ ഇത്രയേ ഉള്ളൂ പരിപാടി, ഇത്രയേ ഉള്ളൂ. അതായത് നമുക്കറിയാം ലെങ്ത്തും ബ്രെഡ്ത്തും അറിയാമെങ്കിൽ എങ്ങനെയാടാ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കാണാ? ലെങ്ത്തും ബ്രെഡ്ത്തും അറിയാമെങ്കിൽ എങ്ങനെയാ ഏരിയ പരപ്പളവ് കാണാ? ഇത്രയേ ഉള്ളൂ, ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലെ? ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലെങ്കിൽ നീളം ഇൻറ്റു വീതിയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്താൽ മതി? ലെങ്ത്ത് എത്രയാണ്? 1/3. ബ്രെഡ്ത്ത് എത്രയാണ്? 3/5. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? നമ്മളുടെ ഏരിയ കിട്ടും. ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ മക്കൾ പഠിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെയാ മൾട്ടിപ്ലൈ ചെയ്യുക? വെരി ഈസി. അതായത് ഇതിനെ ആദ്യം എന്ത് ചെയ്യണം? നമ്മളുടെ സ്വന്തം ഭിന്നസംഖ്യയിലേക്ക് മാറ്റണം. 3 × 1 3, അതിനോട് 1 ആഡ് ചെയ്യുക. 3 + 1 ബൈ എന്തുകൊണ്ടാണോ ഹരിക്കുന്നത് അതായിരുന്നു, ഇൻറ്റു 2 × 5 10, അതിനോട് 3 ആഡ് ചെയ്യുക. 10 + 3/5. അതായത് ഇതെന്താവും? ഇത് 4/3 ആവും. ഇൻറ്റു ഇത് എത്രയാവും? 13/5 ആവും. ഇനി നിങ്ങൾക്ക് ഹരിക്കാൻ അറിയാലോ. എങ്ങനെയാ ഹരിക്കുക? ഞാൻ ഒന്നും ചെയ്തില്ല, നമ്മൾ ഈ മിക്സ്ഡ് ഫ്രാക്ഷനെ സാധാ ഫ്രാക്ഷനിലേക്ക് മാറ്റി ഇങ്ങനെ ഗുണിക്കുന്നു, കൂട്ടുന്നു. അപ്പൊ ഇതെന്താ? 4 × 13, 3 × 4 12 ആണ്. ഒന്നുണ്ടാവും, 4 1 4 52 ബൈ 5 × 3 15. ഇത്ര എഴുതി വെച്ചാൽ കലാശായില്ല. എന്തും കൂടെ വേണം? നമ്മളുടെ ഡിനോമിനേറ്റർ ചെറുതാണ്. അപ്പൊ നമ്മൾ ആ മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റണം. 52-നെ എന്ത് ചെയ്യണം? 15 കൊണ്ട് ഹരിക്കണം. എത്ര വരാം? 15 3 15 ഉണ്ടാവും അല്ലെ? 3 × 15 45. 52 45 പോയാൽ 7 ആണ് വരിക. അതായത് ഇത് എങ്ങനെയാ എഴുതുക? മുകളിൽ കിട്ടിയ നമ്പർ ആദ്യം എഴുതുക, നമ്മളുടെ റിമൈൻഡർ മുകളിൽ എഴുതുക, ബൈ എന്തുകൊണ്ടാണോ ഡിവൈഡ് ചെയ്തത് അത് എഴുതുക. സോ ദ ആൻസർ ഈസ് എന്തായിരിക്കും? ഇതിന്റെ ഏരിയ 37/15. റെഡി? ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഏരിയ കാണാനും പഠിച്ചേ, ഒരു പ്രശ്നവും ഇല്ലല്ലോ. സോ അടുത്ത നോക്ക്, ഡ്രോ റെക്ടാംഗിൾ ആൻഡ് ഫൈൻഡ് ദിസ് പ്രൊഡക്റ്റ്. മക്കളെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ മുന്നേ ഇതിന്റെ നോട്ടൊക്കെ കിട്ടാൻ പോകുന്നതും ഇനിയുള്ള ലൈവിന്റെ നോട്ട് കിട്ടാൻ പോകുന്നതും നിങ്ങളുടെ ഷുവർ ഗസ്റ്റിന്റെ PDFs കിട്ടാൻ പോകുന്നതും ഒക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലാണ് കേട്ടോ. അപ്പൊ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ എന്റെ മക്കൾ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തതുണ്ടെങ്കിൽ ജോയിൻ ചെയ്തോ. ഫ്രീ കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ്, ഫ്രീ സ്റ്റഡി ഗ്രൂപ്പാണ്. ജോയിൻ ചെയ്താൽ എന്തായാലും നഷ്ടമാവില്ല. ഒന്നുമില്ലെങ്കിലും എക്സാം വരെ വേണമെങ്കിൽ മക്കളെ നിന്നോളി, നല്ല കാര്യം തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. സോ ഇത് നോക്ക്, ഇവിടെ എന്താണ്? ചതുരം വരച്ച് ഗുണനഫലം കണക്കാക്കാനാ പറഞ്ഞത്. ഡ്രോ റെക്ടാംഗിൾ ആൻഡ് ഫൈൻഡ് ദിസ് പ്രൊഡക്റ്റ്. അതിന് ആദ്യം എന്ത് ചെയ്യാം? ഒരു ചതുരമായിട്ട് വരച്ചേക്കാം. ചതുരം വരച്ച് ഗുണനഫലം കാണാൻ പറഞ്ഞാൽ അപ്പൊ തന്നെ ഒരു ചതുരം വരയ്ക്കാം. ഇനി അടുത്തതാണ് പരിപാടി. 1/5 × 1/8 കാണാൻ പറഞ്ഞത്. ആദ്യം എന്ത് ചെയ്യാ? 1/5 ഈ ചതുരത്തിൽ വരയ്ക്കണം. അല്ല മിസ്സേ, 1/5 ചതുരത്തിൽ വരയ്ക്കാനോ? ഇത്രയേ ഉള്ളൂടാ. 1/5 എങ്ങനെയാ ചതുരത്തിൽ വരയ്ക്കാന്ന് പറഞ്ഞാല് 1/5 നമ്മൾ എങ്ങനെയാ വായിക്കാറിയോ? ചതുരം വരച്ച് ഗുണനഫലം കണക്കാക്കാനുള്ള ഈ ക്വസ്റ്റ്യനില് 1/5 നമ്മൾ എങ്ങനെയാ വായിക്കാന്ന് വെച്ചാല് 5-ൽ 1, 5 ഭാഗങ്ങളിൽ 1, 5-ൽ 1, അതായത് 5 ഈക്വൽ പാർട്ടാക്കിയതിൽ ഒരു പാർട്ടാണ് 1/5 എന്ന് പറയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ചതുരത്തിനെ 5 ഈക്വൽ പാർട്ടാക്കാം. ഞാൻ വരയ്ക്കാൻ വളരെ ബേക്കോട്ടാട്ടോ. ഞാൻ പറഞ്ഞില്ലേ അപ്പോഴേ ഒക്കെ പോയേനെ. 2 3 5 ഈക്വൽ പാർട്ടാക്കി. 5 ഈക്വൽ പാർട്ടാക്കിയതിൽ ഒരു പാർട്ടിനെയാണ്, അതായത് ഇതുപോലെയുള്ള ഒരു പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയാ? 1/5 എന്ന് പറയാം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 1/5. 1/5 നമ്മൾ എങ്ങനെയാ വായിക്കുക? 5-ൽ 1, 5 ഈക്വൽ പാർട്ടാക്കിയതിൽ 1, അതാണ് 5 ഈക്വൽ പാർട്ടാക്കി അതിൽ 1. ഇനി 1/8 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി അടുത്ത 1/8 അല്ലേ? 1/8. 1/8 എവിടാ മാർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1/5 മാർക്ക് ചെയ്ത് ഇങ്ങനെ കളർ കൊടുത്തില്ലേ? നിങ്ങൾ കളർ ഒന്നും കൊടുക്കണ്ട, നിങ്ങൾ ഈ പെൻസിലോണ്ട് ഷെയ്ഡ് ചെയ്താൽ മതി. ആ ഷെയ്ഡ് ചെയ്ത ഭാഗത്താണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? 8
8ൽ 1 അടയാളപ്പെടുത്തേണ്ടത്. 8ൽ 1 എന്ന് പറഞ്ഞാൽ എന്താ? 1/8. 8ൽ 1 എന്ന് പറഞ്ഞാൽ എന്താ? 8 ഭാഗങ്ങളാക്കുക. 1, 2, 4, 5, 6, 7, 8 ഭാഗങ്ങൾ. ആ 8 ഭാഗങ്ങളാക്കിയതിൽ ആ ഒരു ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന് 8 ഭാഗങ്ങളാക്കിയതിൽ ഒരു ഭാഗത്തിന് പറയുന്ന പേരാണെന്ത്? 8 ഭാഗങ്ങളാക്കിയതിൽ ഒരു ഭാഗത്തിന് പറയുന്ന പേരാണെന്ത്? ഇങ്ങനെ തന്നെ വരയ്ക്കുക. പോകുന്നു. ഓക്കെ, ഈ ഭാഗത്തിന് പറയുന്ന പേരാണ് എന്ത്? ഇതിനെ പറയുന്ന പേരാണ് 1/5 × 1/8. 1/5 വരയ്ക്കുന്നു, അതിൽ 1/8 വരയ്ക്കുന്നു. സിമ്പിൾ അല്ലേ? സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു ചാപ്റ്റർ പഠിക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ പഠിക്കാൻ. നമ്മൾ എന്താ ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞു, മിക്സ്ഡ് ഫ്രാക്ഷൻസ് പറഞ്ഞു, ഫ്രാക്ഷനെ മിക്സ്ഡിലേക്കും മിക്സ്ഡിനെ ഫ്രാക്ഷനിലേക്കും ഒക്കെ മാറ്റുന്നത് പറഞ്ഞു, നമ്മൾ എങ്ങനെയാ ഗുണിക്കാന്ന് പറഞ്ഞു, അതുപോലെ ഒരു ലൈൻ്റെ ഇങ്ങനെ പീസസ് ആക്കിയാൽ എങ്ങനെയാ ചെയ്യാന്ന് പറഞ്ഞു, അതുപോലെ ഇതാ നമുക്ക് ചതുരം വരച്ച് ഗുണനഫലം കണക്കാക്കാൻ പറഞ്ഞു. ഇത്രയേ ഉള്ളൂടാ ചാപ്റ്ററിൽ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ അടിപൊളിയായിട്ട് എല്ലാ ചാപ്റ്ററും പഠിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ കുറച്ച് ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ചാപ്റ്റർ ഇങ്ങനെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്തത് ഏത് ചാപ്റ്ററാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനെ എല്ലാ ചാപ്റ്റേഴ്സും ഉഷാറായിട്ട് ഓൺ എക്സാമിനേക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ എൻ്റെ മക്കൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതുപോലെ അടിപൊളിയായിട്ട് പഠിക്കണം എജ്യൂപോർട്ടിന്റെ കൂടെ ആഗ്രഹം ഉണ്ടെങ്കിൽ, ഓണം എക്സാമിന്റെ സ്പെഷ്യൽ ബാച്ച് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇതിലൂടെ നമ്മൾ തരുന്നതെന്ന് വെച്ചാൽ വെറുതെ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് കണ്ടിട്ട് കണ്ടോ എന്ന് പറയില്ല. ഫുൾ റിവിഷൻ ക്ലാസ്സസ് ആണ്. റിവൈസ് ചെയ്ത് നമ്മൾ കൊയങ്ങും. അത് റിവൈസ് ചെയ്യിക്കും ഞങ്ങൾ. ഒരുപാട് ക്വസ്റ്റ്യൻസ് തരും. അതുപോലെ നിങ്ങൾ ഓൺ എക്സാമിന്റെ മുന്നേ മോഡൽ എക്സാം കൂടി എഴുതിച്ചിട്ടേ നിങ്ങൾ എക്സാമിന് വിടുള്ളൂ. അതോടുകൂടി നമ്മളുടെ ഓൺ എക്സാമിന് A ഗ്രേഡ് ഞങ്ങൾ ഉറപ്പ് വരാണ്. സോ മക്കൾ, ഈ ഒരു ഓൺ എക്സാമിന്റെ സ്പെഷ്യൽ ബാച്ചിനെ കുറിച്ച് കൂടുതൽ മക്കൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ മക്കളെ ഈ ഒരു കമന്റ് ബോക്സിന് മുകളിലായിട്ട് ഒരു രജിസ്ട്രേഷൻ ലിങ്ക് കാണാം. ഒന്ന് രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്തോ, ഒന്ന് രജിസ്റ്റർ ചെയ്തോ. ബാക്കിയൊക്കെ ഞങ്ങൾ വിളിച്ച് പറഞ്ഞുതരും എന്താണ് ബാച്ച് എന്ന്. ആവശ്യമുണ്ടെങ്കിൽ ഓക്കെ ആണെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. പക്ഷെ ഞാൻ ഉറപ്പ് വരെയാണ് എന്തായാലും നിങ്ങൾക്ക് വെറുതെ ആവാൻ പോകുന്നില്ല കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഏതാണ് അടുത്ത ചാപ്റ്റർ വേണ്ടതെന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.